Good morning. Today we are going to discuss about measurement criteria, fair value, principles of presentation. Meaning of measurement. Measurement simply refers to valuation. The term measurement is used to describe the process for determining which numbers to present or disclose in the financial statements. മെഷർമെൻറ്റ് പറഞ്ഞാൽ മൂല്യനിർണ്ണയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു സാമ്പത്തിക കണക്ക് പട്ടികയിൽ അവതരിക്കപ്പെടേണ്ട നമ്പേഴ്സിനെ തീരുമാനിക്കുന്ന പ്രോസസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് മെഷർമെൻറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. മെഷർമെൻറ്റ് ഈസ് ദ പ്രോസസ് ഡിറ്റർമൈനിങ് ദ മോണിറ്ററി എമൗണ്ട്സ് അറ്റ് വിച്ച് ദ എലമെൻറ്റ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ടു ബി റെക്കഗ്നൈസ്ഡ് ആൻഡ് കാരിഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇറ്റ് ഇൻവോൾവ്സ് ദ സെലക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ ബേസിസ് ഓഫ് മെഷർമെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അംഗീകരിക്കപ്പെടുകയും അതുപോലെ തന്നെ ചുമക്കപ്പെടുകയും ചെയ്യേണ്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഫാക്ടേഴ്സിന് ആവശ്യമായ പണത്തുകയെ തീരുമാനിക്കപ്പെടുന്ന പ്രക്രിയയാണ് മെഷർമെൻറ്റ്. ഈ മെഷർമെൻറ്റ് ഒരു പ്രത്യേക അടിസ്ഥാനത്തിൻ്റെ തിരഞ്ഞെടുക്കൽ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. മെഷർമെൻറ്റ് ക്രൈറ്റീരിയ അണ്ടർ IFRS International Financial Reporting Standards, assets are generally measured to using fair value approach. The criteria of meaning different classes of assets are summarized as below. അതായത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം അസറ്റ് മെഷർ ചെയ്യുന്നതിന് ഫെയർ വാല്യൂ അപ്രോച്ചിലാണ്. ഈ ടൈപ്പ് ഓഫ് അസറ്റും അവ മെഷർ ചെയ്യാനുള്ള മാനദണ്ഡങ്ങളും നോക്കാം. ഒരു ടേബിളാണ്. ഫസ്റ്റ് കോളം ടൈപ്പ് ഓഫ് അസറ്റ്, സെക്കൻഡ് മെഷർമെൻറ്റ് അറ്റ് ഇനീഷ്യൽ റെക്കഗ്നിഷൻ. അതിൽ ടൈപ്പ് ഓഫ് അസറ്റിലെ ഫസ്റ്റ് പോയിൻ്റാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. സെക്കൻഡ് കോളം ഫെയർ വാല്യൂ. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റാണ്. ഈ ബോണ്ട്സ്, ഷെയർസ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് തുടങ്ങിയവ ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിന് എക്സാമ്പിളാണ്. ഇവ മെഷർ ചെയ്യുന്നത് ഫെയർ വാല്യൂ വെച്ചാണ്. ഈ ഫെയർ വാല്യൂ എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട അസറ്റിൻ്റെ എസ്റ്റിമേറ്റഡ് ഗ്രോത്താണ്. എന്നാൽ ഇത് ഒരു മാർക്കറ്റ് വാല്യൂ അല്ല. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. സെക്കൻഡ് കോളം പർച്ചേസ് കോസ്റ്റ് പ്ലസ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് പ്ലസ് കോസ്റ്റ് ടു ബ്രിങ് ടു ദ ലൊക്കേഷൻ ആൻഡ് ദ കണ്ടീഷൻ നെസസറി ടു ബി കേപ്പബിൾ ഓഫ് ഓപ്പറേറ്റിംഗ് ഇൻ ദ മാനർ ഇൻറ്റൻഡഡ് ബൈ ദ measurement. An entity choose to measure P and E either at first cost less accumulated depreciation and accumulated impairment or fair value less subsequent accumulated depreciation and accumulated impairment. ഈ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അസറ്റായ ഈ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് മെഷർ ചെയ്യുന്നത് പർച്ചേസ് കോസ്റ്റ്, കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. ഇവ മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റിൽ നിന്നോ ഫെയർ വാല്യൂവിൽ നിന്നോ ഈ ഡിപ്രിസിയേഷൻ കുറച്ചിട്ടാണ് കാണിക്കുക. ഇനി തേർഡ് പോയിൻ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. പർച്ചേസ് കോസ്റ്റ് പ്ലസ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് പ്ലസ് കോസ്റ്റ് ടു ബ്രിങ് ടു ദ ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ നെസസറി ടു ദ കേപ്പബിൾ ഓഫ് ഓപ്പറേറ്റിംഗ് ഇൻ ദ ഇൻറ്റൻഡഡ് ബൈ ദ മാനേജ്മെൻറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് ഗുഡ് വില്ല്, പാറ്റൻ്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് തുടങ്ങിയവ മെഷർ ചെയ്യുന്നതിന് പർച്ചേസ് കോസ്റ്റ്, ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, കോസ്റ്റ് ടു ബ്രിങ് ദ ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ തുടങ്ങിയവ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇനി 4 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ്. കോസ്റ്റ് ഇൻക്ലൂഡിങ് ട്രാൻസാക്ഷൻ കോസ്റ്റ്, അക്കൗണ്ടിങ് പോളിസി, ചോയ്സ്, ഫെയർ വാല്യൂ. ഇത് പറഞ്ഞത് ഇത് മെഷർ ചെയ്യുന്നത് കോസ്റ്റ് ഇൻക്ലൂഡിങ് ട്രാൻസാക്ഷൻ കോസ്റ്റ്, അക്കൗണ്ടിങ് പോളിസി, ചോയ്സ്, ഫെയർ വാല്യൂ എന്നിവ വെച്ചാണ്. Then biological assets and agricultural produce at the point of harvest. Second column measured at a fair value less cost to sell. Initial and subsequent measurement changes in the fair value less cost to sell are presented in profit or loss. Biological asset in a living plant or animal owned by the business. ടിപ്പിക്കലി ഇവ മെഷർ ചെയ്യുന്നത് ഫെയർ വാല്യൂ വെച്ചാണ്. ദെൻ അസറ്റ്സ് ഹെൽഡ് ഫോർ ഡിസ്പോസൽ. സെക്കൻഡ് കോളം ഫെയർ വാല്യൂ.
Asset disposal is removal of a long-term asset from the company's accounting records. ഇതും അതുപോലെ തന്നെ ഫെയർ വാല്യൂ വെച്ചാണ് മെഷർ ചെയ്യുക. ദെൻ ഇൻവെൻറ്ററി കോസ്റ്റ്. ഇതിൽ റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്, പാക്കിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയിട്ടുള്ളവ ഉൾപ്പെടുന്നുണ്ട്. ദെൻ ഫെയർ വാല്യൂ. ഫെയർ വാല്യൂ സിംപ്ലി മീൻസ് കറൻറ്റ് മാർക്കറ്റ് വാല്യൂ. ഫെയർ വാല്യൂവിനെ സിമ്പിളായി പറയുകയാണെങ്കിൽ കറൻറ്റ് വിപണിയിലെ മൂല്യം എന്നാണ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഫോർ വിച്ച് ആൻ അസറ്റ് കുഡ് ബി എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ നോളജബിൾ വില്ലിംഗ് പാരിറ്റീസ് ഇൻ എ ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ. ഇറ്റ് ഈസ് ദ പ്രൈസ് ദാറ്റ് വുഡ് ബി റിസീവ്ഡ് ടു സെൽ ആൻ അസറ്റ് ഓർ പെയ്ഡ് ടു ട്രാൻസ്ഫർ എ എബിലിറ്റി ഇൻ എൻ ഓർഡർലി ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റ് അറ്റ് ദ മെഷർമെൻറ്റ് ഡേറ്റ്. അറിവുള്ള സന്നദ്ധ കക്ഷികൾക്കിടയിൽ ഒരു അസറ്റ് കൈമാറ്റം ചെയ്യാവുന്ന തുകയാണ് ഫെയർ വാല്യൂ എന്ന് പറയാം. ഒരു അസറ്റ് വിൽക്കാൻ ലഭിക്കുന്ന അല്ലെങ്കിൽ ഈ മെഷർമെൻറ്റ് ഡേറ്റിൽ മാർക്കറ്റ് പങ്കാളികൾ തമ്മിലൊരു ചിട്ടയായിട്ടുള്ള ഒരു ഓർഡറായിട്ടുള്ള ഒരു ഇടപാടിൽ ബാധ്യത കൈമാറാൻ നൽകേണ്ട വിലയാണ്. Principles of presentation. While presenting the information in the financial statements, the following principles should be observed. നോക്കാം. Fair presentation and compliance with IFRS. The financial statements must present fairly the financial position, financial performance and cash flows of an entity. Fair presentation requires the faithful representation of the effect of transaction. ഇത് പ്രസൻറ്റേഷൻ്റെ ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ്. ഇതിൽ പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, ക്യാഷ് ഫ്ലോ, ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്നിവ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ സ്പഷ്ടമായിട്ട് അവതരിപ്പിക്കണം. കൂടാതെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും IFRS റൂൾ അനുസരിച്ചിട്ടും ആയിരിക്കണം. Then second, consistency of presentation. The presentation and classification of item in the financial statement shall be retained from the period to the next unless a change is justified either by a change in circumstance or a requirement of a new IFRS. സാഹചര്യങ്ങളിലെ മാറ്റമോ പുതിയ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ IFRSൻ്റെ ആവശ്യകതയോ ഉപയോഗിച്ച് ഒരു മാറ്റം ന്യായീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിലെ ഐറ്റംസിൻ്റെ അവതരണവും വർഗീകരണവും ഒരു കാലയളവിൽ നിന്ന് മറ്റൊന്നിലേക്ക് നിലനിർത്തപ്പെടും. ഇനി തേർഡ് പോയിന്റ്, materiality and aggregation. Each materiality class of similar items must be presented separately in the financial statements. Dissimilar items may be aggregated only if they are individually immediately. ഓരോ മെറ്റീരിയലിലും അതിന് സമാനമായ ഐറ്റംസ് വേറെ വേറെയായി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കണം. ഈ സിമിലർ അല്ലാത്തവ ഇൻഡിവിജ്വലായിട്ട് സമാഹരിച്ചും കാണിക്കണം. പിന്നെ ഓഫ്സെറ്റിംഗ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് മേ നോട്ട് ബി ഓഫ്സെറ്റ് അൺലെസ് റിക്വയർഡ് ഓർ പെർമിറ്റഡ് ബൈ എൻ IFRS. ഒരു IFRS ആവശ്യപ്പെടുകയോ അനുവദിക്കുകയോ ചെയ്തില്ലെങ്കിൽ അസറ്റ്സും ലയബിലിറ്റീസും വരുമാനവും ചെലവും ഓഫ്സെറ്റ് ചെയ്യാൻ കഴിയില്ല. Comparative information. IFRS requires that comparative information should be presented and disclosed in respect of the previous period for all amounts reported in the financial statements. ഇതിൽ പറയുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രസൻറ്റഡ് ചെയ്യുമ്പോൾ കമ്പാരിസൺ നടത്തേണ്ടത് കഴിഞ്ഞ വർഷത്തെ, അതായത് പ്രീവിയസ് ഇയറിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാണ്. സ്ട്രക്ചർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, ബാലൻസ് ഷീറ്റ്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഷുഡ് ബി ക്ലാസിഫൈഡ് ആസ് കറൻറ്റ് ആൻഡ് നോൺ കറൻറ്റ്. അതായത് സാമ്പത്തിക നിലയുടെ പ്രസ്താവനയുടെ ഘടനയാണ്. ഇത് രണ്ടായി തിരിച്ചിരിക്കുന്നത്, കറൻറ്റ് ആൻഡ് നോൺ കറൻറ്റ്. താങ്ക് യു.